ഓക്കെ. അതായത് 2020 യുവാകൃഷ്ണയെ പോലെ ഉണ്ട് താങ്കൾ എന്ന് ആരൊക്കെയോ കമന്റ് ചെയ്ത സമയത്തെ എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം ആരാന്ന്. ഓക്കെ. ഓക്കെ. ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് ആരത് യുവാകൃഷ്ണ, യുവകൃഷ്ണ. ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്ത സമയത്താണ് താങ്കളെ കണ്ടത്. അപ്പൊ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. സുന്ദരനാ. അപ്പൊ പറയൂ, എന്തുണ്ട് വിശേഷം ആസ് എ പാരന്റ്? എന്താ മദർഹുഡ് എന്നും ഫാദർഹുഡ് എന്നല്ലേ പറയുന്നത്? യാ യാ. എങ്ങനെ എൻജോയ് ചെയ്യുന്നോ? അടിപൊളിയായിട്ട്. അടിപൊളിയായിട്ട് പോകുന്നു. യെസ്. എന്തൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താ വാവ വന്നതിന് ശേഷമുള്ള? എവിടെ വാവ എവിടെ? വാവയെ വാവ കൊണ്ടുവന്നില്ല. ആക്ച്വലി വീട്ടിലാണ്, അച്ഛന്റെ അമ്മയുടെ അടുത്താണ്. നമ്മൾ ഇതേപോലെ പുറത്ത് ഷോസിനൊക്കെ പോകുന്ന ടൈമില് ആ. പുള്ളിക്കാരി അവിടെ ആക്കിയിട്ട് പോകും. ആളവിടെ കംഫർട്ടാണ്. ഇത് കല്യാണം കഴിഞ്ഞിട്ടേ 1 ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഭാവിയായല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി. ഇത് ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ പോലും അറിയാതെ സംഭവിച്ചു പോയതാണോ, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് നിങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, പ്ലാൻഡ് അല്ല. പ്ലാൻഡ് അല്ല. പ്ലാൻ അല്ലായിരുന്നു. സീരിയൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നില്ല ആ സമയത്ത് അല്ലേ? അപ്പൊ ഈ സീരിയലിന്റെ ഷൂട്ടൊക്കെ ആയപ്പോഴേക്കും കുറച്ച് പ്രോബ്ലം വയറൊക്കെ വന്ന് ആയിരുന്നു. തുടങ്ങിയില്ലേ? ഫസ്റ്റ് മന്തിൽ തന്നെ ഞാൻ സീരിയലിന്റെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. പിന്നെ വീട്ടിലായിരുന്നു. വീട്ടില് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അധികം റെസ്റ്റ് ഒക്കെ ആയിരുന്നു. ഒരു ഓൺലൈൻ ചാനലിൽ ഒരു വാർത്ത വന്നാക്കാണ്, വേദനയോടെ മൃദുല അറിയിക്കുന്നു ഇങ്ങനെ ഒരു വാർത്ത. നമ്മൾ എന്താ വിചാരിക്കുക, ഇവരെന്ത് വേർപിരിയാൻ പോവാണോ? ഉള്ളടക്കം നോക്കുന്ന സമയത്ത് ഇല്ല, ഇനി അടുത്തൊരു കുട്ടി അടുത്തൊന്നുമില്ല. അതിനാണ് ആ വാർത്ത കണ്ടിരുന്നോ? തലക്കെട്ടിതാ, വേദനയോടെ മൃദുല പറയുകയാണ് ഇനി എല്ലാം നിർത്തിയിട്ട് പോകുന്നു അങ്ങനെ കണ്ടോ പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു. അല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സാനിഫിനെയും അതുപോലെ തന്നെ മറിയ ഷെൽജിനെയും ഇന്റർവ്യൂ ചെയ്തിരുന്നു, നിങ്ങളുടെ കോളേജിനെ. അപ്പൊ സാനിഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പണ്ടൊക്കെ ഈ യുവാകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾ പറയുമായിരുന്നു, ആദ്യം ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞങ്ങൾ കൊളീഗ്സിനോട് പറയുന്നത് എന്തൊരു ജാടയാണ് അയാള്. അയാൾ ഭയങ്കര ജാട, എനിക്ക് അയാളോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് അയാൾ പറയാണ് അത്രയും പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ജാട എന്താന്ന് പോലും അദ്ദേഹത്തിനില്ല. അതായത് തുടക്കത്തില് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ഭയങ്കര ഫെയർ ആണ്, പ്രശ്നമാണെന്ന്. പക്ഷെ അല്ല, അയാൾ ഭയങ്കര കൂളായിട്ടുള്ള ഭയങ്കര സൗഹൃദമുള്ള ഒരു ആളാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു മിസ് ജഡ്ജ്മെന്റ് ഉണ്ടാവാറുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവാറുള്ള തെറ്റിദ്ധാരണ. പക്ഷെ വാ തുറന്നാ പോയി പറയത്തില്ല. കാര്യം ഞാൻ ഒരാളുടെ അടുത്ത് മിങ്കിൾ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ മിങ്കിൾ ആയി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഈ മിങ്കിൾ ആവുന്ന വരെയുള്ള ടൈമില് ഞാൻ അവരെ നോക്കില്ല, ശ്രദ്ധിക്കില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കും. അപ്പം ഓൾമോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ജാടത്തിണ്ടിയാണ് എന്നുള്ളതാണ്. താങ്കൾക്കുണ്ടായ ഒരു ഇംപ്രഷൻ എന്താ കല്യാണത്തിന് മുൻപ്, ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട്? പരിചയപ്പെടുന്നതിനാണ് നല്ലൊരു സുന്ദരൻ, കാണാൻ കൊള്ളാം. പിന്നെ എന്റെ ബ്രോ ആയിരുന്നു ഇദ്ദേഹം. ഓക്കെ, ബ്രോ എന്നാ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. മെസ്സേജ് ഒക്കെ അയക്കുന്ന ബ്രോ സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് ആക്ച്വലി അറേഞ്ച്. താങ്കളുടെ ഉള്ളില് ഇവരുടെ ഒരു പരിങ്ങലുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി നമ്മൾ ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണം എന്നുള്ള പ്ലാനൊന്നും ഇല്ല. നമ്മള് എന്താ പറയുക, ഒരു ഫംഗ്ഷനിൽ വെച്ച് കാണുന്നു, പരിചയപ്പെടുന്നു, ഓക്കെ. അതിനുശേഷം പിന്നെ വല്ലപ്പോഴും ഹായ് ബൈ മെസ്സേജ് അയക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് എനിക്ക് വലിയ ബ്രോ എന്ന് വിളിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ഈ കല്യാണ ആലോചനകളൊക്കെ വരുന്നു, ഭയങ്കരമായിട്ട് വീട്ടുകാർ ആലോചിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല. നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നാലേ അവരുമായിട്ട് നമ്മൾ ഒത്തുപോകുന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ച് ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ആളായി കഴിഞ്ഞാൽ നല്ലത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആ തോന്നൽ ആദ്യം തന്നെ അടിച്ചമർത്തപ്പെടുകയായിരുന്നു. എന്റെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാവരും പറഞ്ഞു, ഒരിക്കലും നീ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈഗോ ഉണ്ടാവും, ഡിവോഴ്സ് ആവും. അതുകൊണ്ട് ഡിവോഴ്സ് ആണ് അതിന്റെ അവസാനം, അല്ലാതെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നീ പുറത്തുനിന്ന് ഒരു കുട്ടീനെ നോക്കുന്നതാണ് നല്ലത്. ഓൾമോസ്റ്റ് എല്ലാവരും അത് തന്നെയാണ് പറയാറ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാണുന്ന ന്യൂസസും എല്ലാം അതുപോലെ ആയതുകൊണ്ട് എല്ലായിടത്തും ഡിവോഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊരു ഫെയിം ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അറിയുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എനിക്ക് ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേവ് ലെങ്ത് ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ സെയിം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് ബാധകമല്ല. ഈഗോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് ഇപ്പൊ. മൃദുല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇംപ്രഷൻ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതായത് മുന്നേ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കല്യാണത്തിന് മുൻപ്, കല്യാണത്തിന് ശേഷം ഉണ്ടായ ഇംപ്രഷൻ എന്തൊക്കെയാ? മുന്നേ ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്തായിരുന്നു? ലൈക്ക് ആളെ പറ്റിയിട്ടാണോ? ആളെ പറ്റിയിട്ട് ഇതേപോലെ ഈ ജാട എന്നുള്ളത് ജാടയാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു.
പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതാണ് ലൈക്ക് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര കൂളാണ്. എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് എനിക്ക് പറയാം എന്തും പറയുന്നത് ഭയങ്കര കൂളായിട്ട് ഇതങ്ങ് എടുക്കും. അതൊക്കെ തന്നെയാണ് ആക്ച്വലി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. മറ്റേ ജാടാന്നുള്ള ആ ഒരു ഇംപ്രഷൻ മാറിയിട്ട് അതല്ല ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലായി. അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആയിരുന്നു. ഇപ്പൊ മൃദുലേനെയും ഈ പറയുന്ന പോലെ യുവേനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയതുണ്ടല്ലോ സ്റ്റാർ മാജിക്കിന് വന്നതിന് ശേഷമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലായത് നമുക്ക് അങ്ങനെയല്ല, നിങ്ങളുടെ ടാലന്റ് എന്താണെന്നും. ഞാൻ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു വീഡിയോന്, ഒരു പെർട്ടിക്കുലർ വീഡിയോന്, മൃദുലയുടെ പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോന് 8.3 മില്യൺ വ്യൂസ് പോയേക്കുന്ന വീഡിയോ. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത് സ്റ്റാർ മാജിക്കിന്റെ ആ പെർട്ടിക്കുലർ വീഡിയോനായിരിക്കും. സ്റ്റാർ മാജിക്കിന്റെ ഒരു റെക്കോർഡ് തകർത്ത നായികയാണ്. യുവ മോശമല്ല, പിന്നീടാണ് യുവയ്ക്കും ഇങ്ങനെ ഒരു കഴിവുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് തരാണ്. ഞാൻ മിമിക്രി ഇപ്പൊ രണ്ടുപേരും തോളോട് തോള് നിൽക്കുന്ന കപ്പിളാണെന്ന് നമ്മൾ പിന്നീടാണ്. ഇപ്പോഴേ ഞാൻ ചെറിയൊരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ വീഡിയോ ഒന്ന് മില്യൺ അടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ആരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഇപ്പൊ ഫാൻ ഫോളോയിങ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ അനു ആയിക്കോട്ടെ, ലക്ഷ്മി നക്ഷത്ര ആയിക്കോട്ടെ, ബിനു അടിമാലി ആയിക്കോട്ടെ. ആരാണ് ആദ്യം അനുവിനെ ഈ പറയുന്ന ഈ മൊമെന്റിൽ നമുക്ക് ഇത് കാണിക്കാൻ പറ്റുമോ? ഇത് ഞാൻ എന്തിരടി നീ പറയണത്? കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ടടി. നീ 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 ഇത് കണ്ട, ഈ ഫോട്ടോ നീ കണ്ട? അയ്യോ എന്ത് നല്ല രസമുണ്ടല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഓ എനിക്ക് വയ്യ. എന്നെ കൊള്ളാമോടി, നീ പറ. ഈ കുടുംബ കൊള്ളാമോടി, പറയടി. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതെന്തോന്ന്, നിന്റെ ലിപ്സ്റ്റിക് എന്തോന്ന്? കൊള്ളില്ല. കൊള്ളാല്ലേ? ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഫ്രെയിമിൽ നമ്മള് അനുവിനെ കാണുന്നതല്ലേ? അതിന് ഈ പറഞ്ഞ ഇതൊന്നുമില്ല, ഫേക്ക്നെസ് ഒന്നുമില്ല. ആളെങ്ങനെയാണോ അതുപോലെ തന്നെ. ചേട്ടന്റെ അങ്ങോട്ടേക്ക് ഒന്ന് പ്ലേറ്റ് മാറ്റാണ്. ചേട്ടൻ ഈ പറയുന്ന പോലെ ബിനു അടിമാലിനെ അവതരിപ്പിക്കുന്ന കണ്ട സമയം നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കോളേജിലെ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളായിരുന്നോ? കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ കോമ്പറ്റീഷൻ, കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷൻ, ആർട്സ് ഫെസ്റ്റിനൊക്കെ ചെയ്യുമായിരുന്നു. പ്രൈസ് വാങ്ങിക്കുമായിരുന്നു. ഇതറിയായിരുന്നോ? കല്യാണത്തിന് മുന്നേ അറിയാം. അന്ന് അവതരിപ്പിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ആണല്ലേ? ഓ ചേട്ടാ. അതിനുശേഷം പിന്നെ പ്രാക്ടീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്ന് എന്തോ അങ്ങനെ തോന്നി, കുറച്ച് സൗണ്ടുകളൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ കയറി പെർഫോം ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മിമിക്രി ഉണ്ട്, മാജിക് ഉണ്ട്, മെന്റലിസം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ടെന്ന് ആരോ പറയുന്നത്? പാട്ടുണ്ട്. ഡാൻസ് അത്രക്കില്ല. റീൽസിലൊക്കെ നമ്മള് ഡാൻസ് കളിച്ച് ഏതൊരു കൊറിയോഗ്രാഫറിന്റെ കൂടെയുള്ള ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു റീൽസില്. ഒന്നും മോശമല്ല. ഇപ്പൊ നമ്മൾ ആരെയാ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ബിനിച്ചേട്ടന് ചെയ്യാം, നന്നായിട്ട് ചെയ്യും. ബിനിച്ചേട്ടൻ, നോബിച്ചേട്ടൻ, അവരൊക്കെ അത് മതി. ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. എന്റെ പൊന്നടാവേ, ഞാനവിടെ വന്ന് ഇരിക്കുമ്പോണ്ടല്ലോ ഇന്റർവ്യൂവിന്, എന്റെ എതിരെ എന്നെ പോലെ വേറൊരുത്തൻ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇവനിത് ഇവിടെ നിന്നാടാ എന്റെ പൊന്നെ വന്നതെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിപാടിയും ചെയ്തിട്ട് പോവാനായിട്ട് പറ്റുമോ? നീക്കൊന്ന് ആലോചിച്ച് നോക്കിയത് ഇവിടെ എന്താ സംഭവം നടക്കണേന്ന്. എന്നെ പൊന്നടവേ, ഒരു രക്ഷയില്ല. ബിനുചേട്ടന് മുമ്പില് പെർഫോം ചെയ്തിട്ടില്ലേ? ഇത് ബിനുചേട്ടൻ എല്ലാവരെയും ഈ പറയുന്ന പോലെ കോമഡി എടുത്തിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണല്ലോ. ഈ ചേട്ടന്റെ മുൻപില് ഈ സാധനം അവതരിപ്പിച്ച സമയത്ത് ചേട്ടന്റെ റെസ്പോൺസ് എന്തായിരുന്നു? പുള്ളി ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇല്ലാത്തൊരു എപ്പിസോഡിലായിരുന്നു ഞാൻ പെർഫോം ചെയ്തത്. അതിനുശേഷം പിന്നെ പുള്ളി ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു കേട്ടോ. ഇനി ആരാ നോബി ചേട്ടൻ ചെയ്യാൻ പറ്റുമോ? നോബി ചേട്ടൻ്റെ എനിക്ക് ഓർമ്മയില്ല, മൈൻഡിൽ നിന്ന് പോയി അവസാനം. വേറെ ആരെയൊക്കെ ചെയ്യുമ്പോ? അല്ലാതെ നമുക്ക് മറ്റേ ഫിലിമിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ സ്ഥിരം പണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയും ജനാർദ്ദനും തമ്മിലുള്ളൊരു ഡയലോഗ്, ആസനെ അർദ്ധം ഷക്കീല പെറ്റി ഇരട്ടാന്ന് കേട്ടത് പോയാലോ? ഓ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാ.
അത് കൊള്ളാം. Nice. ഈ മൃദുല, ഈ പറയുന്ന പോലെ അനു ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുപോലെ ഹിറ്റ് ആക്കി വേറെ ആരാ സ്റ്റാർ മാജിക്കിലുള്ള ലക്ഷ്മി നക്ഷത്രം എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ലക്ഷ്മി ചേച്ചിനെ കാണിക്കാൻ പോവാണ്. ലക്ഷ്മി നക്ഷത്രം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ലക്ഷ്മി ചേച്ചിനെ കാണിക്കാൻ പോകുന്നത്. കാണിക്കട്ടെ. ഓക്കെ, ചേച്ചി വന്നു. വെൽക്കം ടു സ്റ്റാർ മാജിക്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാല്ലേ? അടുത്ത ഗെയിമിന്റെ പേരാണ് എന്താ? ആർക്കെങ്കിലും അറിയോ? ടുട്ടു കിട്ടു. കൈയടിക്ക്. എങ്ങനെയുണ്ട്? നല്ല ഗെയിം അല്ലേ? നന്നായിരിക്കണം. ഈ ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നു. കേട്ടോ. ഓക്കെ, അപ്പോ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവല്ലേ? ഓ, ഗെയിമിലേക്ക് പോവാം. ഈ പേരൊക്കെ എവിടുന്ന പഠിക്കണേ? ആ പേരൊക്കെ അതെനിക്ക് അറിയാം, മനസ്സിലായോ? ആവാഹിച്ചെടുക്കുന്നതായിരിക്കും. ഞാൻ ആവാഹിച്ച് ഓരോന്നൊക്കെ എടുക്കുന്നതാണ്. നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഗെയിമിന്റെ പേര് എന്താണ്? ടുട്ടു മുട്ടു. ടുട്ടു കിട്ടു. അതെ, ഇനി ആരാ അടുത്ത ഇറക്കാൻ പോകുന്ന നോവിച്ചേട്ടനെ കാണിക്കാൻ പറ്റുമോ? ഓക്കെ, നോവിച്ചേട്ടൻ കാണിക്കട്ടെ. അണ്ണാ, കിടിലൻ ഗെയിമാണ്. കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ? അണ്ണാ സൂപ്പർ ഗെയിം അണ്ണാ. മറ്റേ ബോളിന്റെ പുറത്തോട് ഉരുണ്ട് നമ്മൾ അപ്പുറത്ത് പോയി മറ്റേ സംഭവം പൊട്ടിക്കേണ്ട സംഭവം. നിങ്ങൾ എന്തോന്ന് പറയണ? സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഗെയിം കളിക്കാതിരിക്കാൻ. അണ്ണാ അത് കളിക്ക്. ഇനി സാധിക്കോ? സാധിക്ക് ചെയ്തിട്ടുണ്ട്. സാധിക്ക് ചേച്ചി നടത്തും, ആറ്റിറ്റ്യൂഡ് നിർത്തും, ജസ്റ്റ് അതൊക്കെ. ഇവിടെ ഭയങ്കര ഹോട്ട് ആണല്ലേ. ഓ, ഓക്കെ. എന്റെ നെയിൽസ് ഒക്കെ കണ്ടു യുവ? എങ്ങനെയുണ്ട് എന്റെ നെയിൽസ് ഒക്കെ? നന്നായിട്ടുണ്ട്. ഇപ്പം പുതിയ ഫാഷൻ ഷോ ഒന്നും ഇല്ലേ? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനിപ്പോ വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഉടനെ ഉണ്ടാകും. ഉടനെ ആക്ച്വലി കുറച്ചിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ ഉടനെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ പോയിട്ട് വരട്ടെ. ബൈ. ഓക്കെ, ബൈ ബൈ ബൈ. ഇനി ആരാ കാണിക്കാൻ പറ്റുക? ലാസ്റ്റ് ആൻഡ് ഫൈനൽ. പ്രോഗ്രാം പ്രൊഡ്യൂസർ ചെയ്യാം. ഓക്കെ, എന്താടാ അവിടെ? ഗെയിം കേട്ട് എന്താ? വയറൊക്കെ വെച്ചല്ലേ? അവള് തന്നെ പഞ്ഞിക്കൊക്കെ ഇടുന്നുണ്ടല്ലേ? മൃദുല ഇവൻ പറഞ്ഞ കേട്ടാ? ശരി, ഗെയിം കേട്ട് കാണാട്ടാ. നൈസ് അല്ലേ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇതാണ്. കഴിഞ്ഞ ദിവസമാണ് പാർവതി വിവാഹമോചിതയായി എന്ന വാർത്ത എത്തിയത്. മൃദുലയുടെ അനിയത്തി എന്ന പേരിലാണ് പാർവതിയെ നമുക്ക് കൂടുതൽ പരിചയം. എന്നാൽ മൃദുലയുടെ സഹോദരി എന്നതിലുപരി ഒരു അഭിനേത്രിയാണ് പാർവതി. മൃദുല വിജയുടെ സഹോദരിയും നടിയുമായ പാർവതി വിജയുടെ വിവാഹം വൻ വൈറലായി മാറിയിരുന്നു. വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു എങ്കിലും പിന്നീട് ഇരു വീട്ടുകാരും സ്വീകരിച്ചു. യാമി എന്ന മകളും ഇവർക്ക് പിറന്നു. സന്തോഷത്തോടെയുള്ള ജീവിതം മുന്നോട്ട് പോകവെയാണ് പാർവതിയുടെ വീഡിയോയിൽ ഭർത്താവ് അരുണിന്റെ അസാന്നിധ്യം ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങിയത്. എന്തുകൊണ്ടാണിപ്പോൾ അരുൺ വീഡിയോകളിൽ ഇല്ലാത്തത്? നിങ്ങൾ വേർപിരിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് പാർവതി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം വ്യക്തമായ മറുപടിയുമായി പാർവതി വന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത്. അതേ, ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു. കഴിഞ്ഞ 10-11 മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നത് വരെ വന്ന് പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നിയില്ല. ഇപ്പോൾ തീരുമാനമായി, ഞങ്ങൾ വേർപിരിഞ്ഞു. സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത് എന്നായിരിക്കും. അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ചിലരൊക്കെ അത് പറഞ്ഞ് പിരിയും. ഞാനത്
പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഞാനും യാമിയും മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ മൃദുലയുടെയും യുവയുടെയും ഒരു വീഡിയോ വൈറലായി മാറുന്നുണ്ട്. കാരണം യുവയും മൃദുലയും എത്ര സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത് എന്നൊരു കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. ഒരു പൊസസീവ് ആയിട്ടുള്ള, എന്നാൽ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഭാര്യയാണ് മൃദുല. അതേസമയം നല്ലൊരു അമ്മയും. അനിയത്തിയുടെ വിവാഹമോചന വാർത്ത ഇങ്ങനെ പോകുമ്പോഴാണ് മൃദുലയുടെ ഈ വീഡിയോയും വീണ്ടും വൈറലായി മാറുന്നത്.